നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിന്ന് എന്തുകൊണ്ടൊരു ഗ്ലോബൽ ടെക് ജയന്റ് ഇല്ല എന്നുള്ളത്? ഫോർ എക്സാമ്പിൾ, ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചൈ ഒരു ഇന്ത്യക്കാരനാണ്. മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സത്യ നദേല ഒരു ഇന്ത്യക്കാരനാണ്. അതേപോലെ ചാറ്റ് GPT, ആമസോൺ, ഇതേപോലുള്ള എല്ലാ വലിയ കമ്പനികളും US നിന്നാണ്. നമുക്ക് ഇത്ര IITസും ഇത്ര NITs ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ US കമ്പനീസിന്റെ CEO ആയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെയുള്ള കമ്പനീസ് വരുന്നില്ല? ഇതിൻ്റെ ഒരു ബേസിക് അടിസ്ഥാന റീസൺ വരുന്നത് നമ്മുടെ സ്കൂൾ സിസ്റ്റവും അവിടുത്തെ ഇവാലുവേഷൻ സിസ്റ്റവുമാണ്. നമ്മൾ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത് ഇന്നും എക്സാംസ് വെച്ചിട്ടാണ്. നമ്മുടെ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക, പരീക്ഷ എഴുതുക. പക്ഷെ നമ്മൾ പരീക്ഷ എഴുതുമ്പം നമ്മൾ മിയർലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരാളുടെ ഓർമ്മശക്തി മാത്രമാണ്. അത് ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ അല്ല. നമ്മൾ ഓർമ്മശക്തി മാത്രമല്ല ഇവാലുവേറ്റ് ചെയ്യുന്നത്, പഠിക്കുന്ന നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് എങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് നടത്തണം, അതുകൊണ്ട് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ നോളജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മൾ എക്സാമിന് എഴുതാനും നമ്മൾ ഓർത്തിരിക്കാനും വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നൊരു ലീഡിങ് ഇന്നോവേറ്റീവ് ടെക് വരുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതികളുമാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം നമ്മൾ മാർക്സിന് വേണ്ടി പഠിക്കുന്നത് നിർത്തിയിട്ട് വി ലേൺ ഫോർ അപ്ലൈയിങ് ദിസ് നോളജ്. ഇൻ്റലിജൻസ് കാൺ ബി മെഷേർഡ് മിയർലി ബൈ ഇവാലുവേറ്റിംഗ് മെമ്മറി.